ഹലോ ഫ്രണ്ട്സ്, ബ്രാൻഡിങ് ഇൻ സെങ്സു എപ്പിസോഡ് 7 മലയാളം എക്സ്പ്ലനേഷനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. മിസ്റ്റർ ചായി ആണെങ്കിൽ അവളുടെ ഗാർഡിയനാണ് നീയെന്നോ, ഏത് തരത്തിലാണ് അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് നയോന പറയുന്നത് കേട്ട് ഇവൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. നയോനയാണെങ്കിൽ അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഇതുവരെ നീ ഒന്നും അവൾക്ക് വേണ്ടി ചെയ്തില്ലല്ലോ, അതോ അവൾ ഇങ്ങനെ തന്നെ നശിക്കട്ടെ എന്ന് നീ വിചാരിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അങ്ങ് ദേഷ്യം വരുന്നതും ഇവൻ പറയുന്നുണ്ട്, ഞാനും അവളും കൂടി പ്ലാൻ ചെയ്ത ആ വാട്ടർ ടാങ്കിൽ വീണിട്ടാണ് അവൾക്കിത് സംഭവിച്ചത്. അതാലോചിച്ച് എനിക്ക് ഇപ്പോഴും വിഷമമുണ്ടെന്ന് ഇവൻ ദേഷ്യത്തിൽ പറയുന്നതും ആ ടൈമിൽ നയോന ഇവന്റെ കയ്യിലും അതേ മുറിവ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നയോനയാണെങ്കിലോ പിന്നീട് ആലോചിക്കുന്നുണ്ട്, മിസ്റ്റർ ചായയുടെ കയ്യിലും ആ പാട് കണ്ടു, പക്ഷേ അവൻ എന്നെ കൊന്നിട്ട് ഒരു ഉപകാരം കിട്ടാൻ പോകുന്നില്ല. ഏറ്റവും ഉപകാരമുള്ളത് യൂമിക്കാണ്. എന്ന യൂമിയാണെങ്കിലോ ഇത് ഒറ്റയ്ക്ക് ചെയ്യില്ല, ആരുടെയെങ്കിലും സഹായം ഉണ്ടായിട്ടുണ്ടായിരിക്കും. അങ്ങനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരായിരിക്കും? എന്തായാലും കുറച്ച് ക്ലൂ കൂടി കിട്ടിയാലേ എനിക്ക് കില്ലറിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈ എമർജൻസി നമ്പറിലേക്ക് വിളിച്ചെന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് മറ്റാരെങ്കിലും ആയിരിക്കോ എന്നൊക്കെ ഡൗട്ട് അടിച്ച് നയോന ചിന്തിക്കുന്നതും അങ്ങനെ പിറ്റേ ദിവസം ഇവൾ അണ്ടർഡോഗ് ടീമിലേക്ക് പോകുമ്പോൾ ഇവരെല്ലാവരും ഞങ്ങൾ മിണ്ടില്ല എന്നൊരു റിബണും കെട്ടിയിട്ടാവും ഇരിക്കേണ്ടാവുക. ഇവനാണെങ്കിൽ പ്രസന്റേഷനെ പറ്റി ഓരോന്ന് ചോദിക്കുമ്പോൾ ഇവരൊന്നും സംസാരിക്കില്ല. നയോനയാണെങ്കിലോ ഇന്നലെ നടന്നതിനെ പറ്റി സോറി പറയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ സോറി പറയില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ആ ടൈമിൽ ഇവരാണെങ്കിൽ നീ ഇന്നലെ ലെക്സിനോട് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്, സോറി പറയണമെന്നൊക്കെ പറയുമ്പോൾ ആള് കൂളായിട്ട് ഷൂ ഫാക്ടറിയിലേക്ക് പോകുക എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഫാക്ടറിയിൽ എത്തുന്ന നയോനയാണെങ്കിൽ അന്ന് രാത്രി സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ്. അങ്ങനെ ഇവളുടെ ഫോൺ അവിടെ നഷ്ടപ്പെട്ടിരുന്നല്ലോ, അത് ഇവള് വീണ്ടെടുക്കുന്നുണ്ട്. ആ ടൈമിൽ ആ ഫോണിൽ ഒരു ഫ്ലൂറസെൻസിന്റെ ഒരു വെളിച്ചം കാണുന്നുണ്ട്. അതായത് അന്ന് എക്സ്യു കോസ്മെറ്റിക്സിന് വേണ്ടി ഒരു ടാങ്ക് ഇവർ നിർമ്മിച്ചിരുന്നല്ലോ, അതിൽ ഉപയോഗിച്ചിരുന്ന വെള്ളത്തിനും ഇതുപോലൊരു ഗ്ലോ ഉണ്ടായിരുന്നു. ആ ഒരു വെള്ളത്തിൽ വീണിട്ടാണല്ലോ ഇവൾക്കും ആക്സിഡന്റ് സംഭവിച്ചത്. ഇതേ തെളിച്ചം ഇത് ഇവൻ വേറൊരു സ്ഥലത്തുകൂടി കണ്ടിട്ടുണ്ട്. അതായത് അന്ന് ഈ ഫാക്ടറിയിൽ നിന്ന് ഇവനൊരു കത്തി കിട്ടിയല്ലോ, ആ കത്തിയിലും ഇതേ തെളിച്ചം തന്നെ ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന നയോന വീട്ടിലെത്തി അത് ചെക്ക് ചെയ്യുന്നതും ഇവൾക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. അതായത് ഈ കത്തി ആരുടെയാണോ ആ ആള് അന്ന് അവിടെ ഉണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ് സീനിലെ ആ യൂണിയൻ നേതാവ് ആളുടെ ഫ്രണ്ട്സ് ആയിരുന്നു ഡ്രിങ്ക്സ് അടിക്കുന്നതും ഫ്രണ്ട്സ് ആണെങ്കിൽ ഇയാൾ കോമ്പൻസേഷൻ ഒന്നും വാങ്ങിയില്ലല്ലോ, അതിന്റെ പേരിൽ ഫ്രണ്ടിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഇയാൾ പോകുന്ന ടൈമിൽ ഷോപ്പ് ലേഡി ആണെങ്കിൽ ഓൾറെഡി കുറെ പറ്റായതുകൊണ്ട് പൈസ അടയ്ക്കാൻ പറയുന്നുണ്ട്. ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന നയോനയാണെങ്കിൽ ഞാൻ പൈസ അടയ്ക്കാമെന്ന് പറയുന്നതും ഇവള് പൈസ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ യൂണിയൻ നേതാവാണെങ്കിൽ ഞാൻ നയോനയെ അന്ന് കൊല്ലാൻ ശ്രമിച്ചു എന്നാണോ നിനക്ക് കേൾക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവൻ അവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഈ കത്തിയിലെ ഫ്ലൂറസെൻസിന്റെ പ്രകാശം ഇയാൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അവളെ കൊല്ലാൻ ശ്രമിച്ചു എന്നല്ല, പകരം അന്ന് അവൾക്കത് സംഭവിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നയോന പറയുന്നതും അതിനുശേഷം നയോന തന്നെ എന്താ അന്ന് ആക്ച്വലി അവിടെ സംഭവിച്ചതെന്ന് ഒരു ഊഹത്തിൽ പറയുന്നുണ്ട്. അന്ന് നൈറ്റില് ഇയാളും ആ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നു, ഡ്രിങ്ക്സ് അടിക്കുകയായിരുന്നു. ആ ടൈമിലാണ് നയോനയ്ക്ക് ഈ ആക്സിഡന്റ് പറ്റുന്നത് കാണുന്നതും ആ വെള്ളത്തിന്റെ ഷീറ്റിൽ വീണ് കിടക്കുന്ന നയോനയെ ഇയാള് ഷൂ മേക്ക് ചെയ്യുന്ന കത്തി കൊണ്ട് അത് കീറി മുറിച്ച് രക്ഷപ്പെടുത്തുന്നുണ്ട്. ആ ടൈമിൽ എങ്ങാനും ആയിരിക്കും ഇയാൾക്ക് ആ കയ്യിൽ മുറിവ് വന്നത്. അതിനുശേഷം നിങ്ങളെ എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് നയോനയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി, ഇതല്ലേ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് എന്നായിരിക്കും ഇയാളുടെ ഉത്തരം. ഇയാൾ എന്നിട്ട് പറയുന്നുണ്ട്, നയോനയെ എനിക്ക് നല്ല ദേഷ്യമായിരുന്നു, വെറുപ്പായിരുന്നു, കൊല്ലണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഒരാൾ വെറുപ്പുണ്ടെന്ന് വിചാരിച്ച് കൊല്ലാനുള്ള ശക്തിയൊന്നും എനിക്കില്ല എന്ന്. അതുമാത്രമല്ല ഇപ്പൊ തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ നയോന പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. ഇപ്പൊ ഇവിടുത്തെ ജോലിക്കാരൊക്കെ പോയി, ഞാൻ മാത്രം ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ട് ഒരു കാര്യമില്ല, ഹാൻഡ് മെയ്ഡ് ഷൂസ് ഒന്നും ആരും ധരിക്കുന്നില്ല എന്നൊരു സത്യം, അത് ഞാൻ അങ്ങ് സമ്മതിച്ചു തരാത്തതാണ് എന്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ അങ്ങ് ഇമോഷണൽ ആവുകയാണ്. ആ ടൈമിലാണ് ഇവൾക്ക് ലെക്സിന്റെ മെസ്സേജ് വരുന്നത്, ഒരാണിന്റെ ശരീരത്തിലെ പെണ്ണിന്റെ മനസ്സ് എന്നല്ലേ നീ പറഞ്ഞത്, അത് തിരിച്ചെടുക്കാതെ ഞാൻ നിന്നോട് സംസാരിക്കില്ല, നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ വേറെ ജോലി ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ, എന്നെ പോലെ ഒരുപാട് പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, അത് ഞങ്ങളുടെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ മെസ്സേജ് ആയിരിക്കും അത്. ഇത് കാണുന്ന നയോനയ്ക്ക് പെട്ടെന്നാണ് ഒരു ഐഡിയ ഓർമ്മ വരുന്നത്. ഈ സീൻ ഇവിടെ കട്ട് ചെയ്ത് പിന്നീട് കാണിക്കുന്നത് ലെക്സിനെ ആയിരിക്കും. ഇവനാണെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് അവൻ ഒരു റിപ്ലൈ പോലും തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവന്റെ പ്രോഗ്രാമിന് വേണ്ടി റെഡി ആകുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ ഇവന്റെ ഫ്രണ്ട് ആണെങ്കിൽ ഈ ഷൂ കറക്റ്റ് പാകല്ല എന്ന് പറഞ്ഞ് കുത്തി കയറ്റുന്നുണ്ട്. ആണെങ്കിലോ ഞാൻ ഈ ജോലി വിട്ടാലോ, വർക്ക് പ്ലേസിൽ എനിക്ക് നന്നായിട്ട് കളിയാക്കലുകൾ കേൾക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവിടുത്തെ എല്ലാ ബാറും അടച്ചുകൊണ്ടിരിക്കുക, നീയായിട്ട് ഈ ജോലി കളയണ്ട, അവിടുത്തെ ജോലി കൊണ്ട് മാത്രം നിനക്ക് എല്ലാ കാര്യങ്ങളും നടക്കില്ലല്ലോ എന്നൊക്കെ അപ്പൊ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ഈ ഫ്രണ്ട് നമ്മുടെ ക്ലബിലേക്ക് ഹോട്ടായിട്ടൊരു പയ്യൻ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടുന്നതും ലെക്സ് നോക്കുമ്പോൾ അത് മറ്റാരും ആയിരിക്കില്ല, യുൻഹോയായിരിക്കും. നയോനയാണെങ്കിൽ കൂളായി വന്ന് ഷോയ്ക്ക് മുന്നേ നിങ്ങൾക്ക് ഇങ്ങനെ കുടിക്കാൻ പാടോ എന്ന് ചോദിച്ച് ലെക്സിന്റെ കയ്യിൽ നിന്നും ആ ഡ്രിങ്ക്സ് വാങ്ങുന്നുണ്ട്. ആ ടൈമിൽ ലെക്സ് ആണെങ്കിൽ നീ സോറി പറയാനാ വന്നേച്ചാ ഞാൻ നിനക്ക് ഇനി സോറി തരത്തില്ല എന്ന് പറയുമ്പോൾ അതിന് ഞാൻ സോറി പറയാനാ വന്നേന്ന് നിന്നോട് ആരാ പറഞ്ഞേ, ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരാൻ വന്നതാ, നിന്റെ ഷൂസിന്റെ സൈസ് എത്രയെന്ന് ചോദിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആ ഷൂ ഫാക്ടറിയിൽ ലെക്സും ലെക്സിന്റെ പരിചയത്തിലുള്ള ഒരുപാട് ഫ്രണ്ട്സും ലൈനായിട്ട് നിൽക്കുന്നതാണ്. അതായത് നയോനയുടെ പ്ലാൻ
എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഹാൻഡ് മെയ്ഡ് ഷൂസിന്റെ പരസ്യത്തിനായിട്ട് ഒരു സെലിബ്രിറ്റീസിനെ പോലും ഇവർക്ക് കിട്ടിയിട്ടില്ലല്ലോ. സോ വെറൈറ്റി ആയിട്ട് ലെക്സിനെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി വെറൈറ്റി ആവില്ലേ? ആരുടെയും കാല് പിടിക്കും വേണ്ട, കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിലും ആയി. അങ്ങനെ ഇവരുടെ ഒക്കെ ഷൂസിന്റെ സൈസ് യൂണിയൻ നേതാവ് എടുക്കുന്നുണ്ട്. ജെന്നി ആണെങ്കിൽ ഓരോ കാര്യങ്ങളും ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ മിസ് ലീ ആണെങ്കിൽ എന്തായാലും കാര്യങ്ങളൊക്കെ സോൾവ് ആയി, നമ്മൾ കൊള്ളാലേ എന്ന് പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ലൂസേഴ്സ് തന്നെ അല്ലേ എന്ന് ജെന്നി ചോദിക്കുകയാണ്. ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന നയോനയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ലൂസേഴ്സ് ഒന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമുക്ക് ഹാൻഡ് മെയ്ഡ് ഷൂസ് ധരിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് ജെന്നി ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. ഈ ഇമേജസ് മാത്രമല്ല ഇവർ പോസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ കൂടെ ഇവർ ഈ ഷൂ ഫാക്ടറിയിലെ ഒരു ചെറിയ ക്ലബിന്റെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് ഇവരെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതായത് ലെക്സിന്റെ ഫ്രണ്ട്സും ക്ലബിൽ എങ്ങനെയാണോ പരിപാടി അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഷൂ ഫാക്ടറിയിലും സെറ്റപ്പ് ചെയ്ത് ഇവർ പാട്ട് പാടുന്നതും അതും ഈ ഷൂസ് ഒക്കെ ധരിച്ചിട്ടായിരിക്കും. ഇതും ലൈവായിട്ട് ജെന്നി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കാണാനാണെങ്കിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അങ്ങനെ ഇത് അത്യാവശ്യം നന്നായി വൈറലാകുന്നതും ഈ വീഡിയോസ് ഒക്കെ കാണുന്ന സെങ്സുവിലെ സ്റ്റാഫ് ആണെങ്കിൽ കൊള്ളാലോ ഐഡിയ, ഇതെവിടെ സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ ഇതാ ഷൂ ഫാക്ടറി അല്ലേ, കണ്ടാ മനസ്സിലാവില്ല അല്ലെ, എന്നാലും നമ്മൾ ഈ പരിപാടി മിസ് ചെയ്തല്ലോ, ലെക്സിനെ കാണാൻ ശരിക്കും ഒരു പെണ്ണിനെ പോലെ ഉണ്ടല്ലേ, അങ്ങനെയൊക്കെ കമന്റ് ചെയ്യുന്ന സമയത്ത് ഇത് യൂമിയും ശ്രദ്ധിക്കുന്നുണ്ട്. യുൻഹോയുടെ ഫ്രണ്ട്സ് ആണെങ്കിലോ മാനേജറായ നയോന മാഡത്തിന്റെ അടിയിൽ വർക്ക് ചെയ്തിട്ട് യുൻഹോയ്ക്ക് ഇപ്പം നല്ല ബുദ്ധി വെച്ചു എന്ന് പറയുന്നതും ഇത് കറക്റ്റ് യൂമി കേൾക്കുന്നുണ്ട്. നയോന മാഡാണോ നിങ്ങൾക്ക് ഇപ്പോഴും മാനേജർ മാറിയത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് യൂമി ചോദിക്കുമ്പോൾ ഇവർ ശരിക്കും പേടിക്കുന്നുണ്ട്. ഈ ടൈമില് പരിപാടിയൊക്കെ നന്നായി നടന്നതുകൊണ്ട് തന്നെ ലെക്സും ഫ്രണ്ട്സും ആ ടീമും മൊത്തം ഒരുമിച്ച് ഡിന്നർ പാർട്ടി നടത്തുന്നതും മിസ് ലീ ആണെങ്കിൽ അല്ല യുൻഹോ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല, നിങ്ങൾ നടത്തിക്കോളൂ എന്ന് പറഞ്ഞു പോയി എന്ന് ജെന്നി ആക്ഷൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതേ ടൈമില് നയോന ഓഫീസിലെത്തുമ്പോൾ അവളുടെ ടേബിളിൽ 3 ഫയൽസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ഒരു ചെറിയ നോട്ട് പാഡ് മുട്ടിച്ച് മിസ് ലീയുടെ ആയിരിക്കും ആദ്യത്തെ ഫയല്. ആളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആള് വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നത്തെ ഫയല് ലെക്സിന്റെ ആയിരിക്കും. ലെക്സും ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. സംഭവം നീ ഇത് കിട്ടാൻ വേണ്ടിയിട്ടല്ല എന്നോട് ദേഷ്യത്തിലൊക്കെ പെരുമാറിയത്, നീ ഒരു ഹാൻസം ആയതുകൊണ്ട് ഞാൻ അതങ്ങ് ക്ഷമിച്ചു എന്നായിരിക്കും ആ നോട്ട് പാഡിൽ എഴുതിയിട്ടുണ്ടായിരിക്കുക. ഇവനാണെങ്കിൽ അതിലൊരുപാട് പ്രൊപ്പോസൽസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ജെന്നി ആണെങ്കിലോ 5 ഐഡിയാസ് ഒന്നും എനിക്ക് തരാൻ പറ്റത്തില്ല, 4 ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു നോട്ട് പാഡോട് കൂടിയാണ് അവളുടെ ഫയൽ വെച്ചിട്ടുണ്ടായിരിക്കുക. ഇത് കാണുമ്പോൾ നയോനിക്ക് ചിരി വരുന്നുണ്ട്. ആ ടൈമിലാണ് യൂണിയൻ നേതാവ് വിളിക്കുന്നതും നീ എന്താ പാർട്ടിക്ക് വരാഞ്ഞത്, എല്ലാ കാര്യങ്ങളും അടിപൊളിയായി ചെയ്തിട്ട് നീ മാറി നിൽക്കുന്നത് ശരിയല്ല, നീ മിലിറ്ററി സർവീസ് ഒന്നും ചെയ്തിട്ടില്ലേ, ഗ്രൂപ്പ് ആക്ടിവിറ്റിയെ പറ്റിയൊന്നും നിനക്ക് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്ക് ചിരി വരുന്നുണ്ട്. ഇയാളാണെങ്കിൽ ഇവളോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഫോൺ വെക്കുന്നതും ഇതേ ടൈമില് ഹോസ്പിറ്റലിലെ അബോധാവസ്ഥയിൽ കിടക്കുന്ന നയോനയുടെ നെയിൽസ് ഒക്കെ ഈ റാബിറ്റിന്റെ മുഖംമൂടിയിട്ട ആള് വെട്ടിക്കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിലെ നയോനയാണെങ്കിലോ ആ യൂണിയൻ നേതാവാണ് എന്നെ രക്ഷിച്ചതെങ്കിൽ അപ്പോൾ കില്ലർ ആരായിരിക്കുമെന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ഇവൾക്കൊരു കോള് വരുന്നതും. ഹോസ്പിറ്റലിലാണെങ്കിലോ നയോനയ്ക്ക് അപസ്മാരം പോലെ ഒരു അവസ്ഥയൊക്കെ വന്ന് ഇവൾ ആകെ റിയാക്ട് ചെയ്യുന്നതും ഡോക്ടർമാരും നഴ്സുമാരും ഇവളെ ICUയിലേക്ക് മാറ്റുന്നുണ്ട്. ആ ടൈമിലെ നയോൻ അങ്ങോട്ട് ഓടിയെത്തുന്നതും ഇവൾ ഒരാളായിട്ട് കൂട്ടിമുട്ടുന്നുണ്ട്. ഇവള് നോക്കുമ്പോൾ ആള് മാസ്ക് വെച്ച് റാബിറ്റിന്റെ മുഖമൂടിയായിട്ടാണ് പോകുന്നത് കാണുന്നത്. യുൻഹോയാണെങ്കിൽ ICUയിലേക്ക് കൊണ്ടുപോകുന്ന നയോനിയെയും ഇയാളെയും മാറി മാറി നോക്കുന്നിടത്ത് വെച്ചാണ് എപ്പിസോഡ് 7 അവസാനിക്കുന്നത്.